ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലസാനിയാണ്. ഇതൊരു സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാനിപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓവനും ലസാനിയോ ഷീറ്റൊന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യം ഇതിലേക്കുള്ള റെഡ് സോസ് റെഡിയാക്കി എടുക്കണം. പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണേ. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണേ. ഇതിലേക്ക് 3 ടൊമാറ്റോയുടെ പൊരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 ടൊമാറ്റോ ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് ഈ ടൊമാറ്റോയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ കുറുക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ റെഡ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കട്ടോ. ഇതിലേക്കുള്ളൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കട്ടോ. ഈ സോസ് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. കട്ടകളൊന്നും ഇല്ലാതെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണേ. നന്നായിട്ട് മൂത്തിട്ട് അതിൻ്റെ കളറിലൊന്ന് മാറി വരണേ. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട. ആദ്യം പകുതി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ. ഈ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുറുക്കിയെടുക്കട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുള്ള പറ്റാണെങ്കിൽ നോക്കിയിട്ടിട്ട് കൊടുക്കണം. ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്കൊരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കട്ടോ. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1-2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ച റെഡ് സോസിൻ്റെ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഞാൻ എടുത്തത് ഒരു 300 ഗ്രാം ചിക്കനാണ്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. നമ്മൾ ഉപ്പ് ചിക്കൻ വേവിക്കുമ്പോൾ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. കുറച്ചൊരു ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ എടുത്തത് 8 പീസ് ബ്രെഡാണ്. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൽ 4 പീസ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച റെഡ് സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തത് 200 ഗ്രാം ചീസാണ്, മോസറല്ല ചീസാണ് എടുത്തത്. അത് കുറച്ച് ഒരു പകുതിയോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതിന് ഏറ്റവും മേലെ ഇട്ട് കൊടുക്കട്ടോ. ബാക്കി 4 പീസ് ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് സോസ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഫില്ലിംഗ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഫില്ലിംഗ് വെച്ച് കൊടുക്കട്ടോ. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പം സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും റിങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ആ ചീസെല്ലാം ഒന്ന് മെൽറ്റായി വരണം കേട്ടോ. ഇതേപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ചീസെല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ചീസൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു ചൂടോട് കൂടെ വേണേൽ കഴിക്കാൻ. ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.